മഴത്തോരു മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ഗോവർദ്ധനെ വിളിച്ചു വരുത്തി ബാലചന്ദ്രൻ കാര്യങ്ങളെല്ലാം പറയുകയാണ്. അലീന സ്വന്തം മകളല്ലെന്നുള്ള കാര്യം ഗോവർദ്ധനോട് പറയുന്നുണ്ട്. അപ്പം ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട്, അപ്പം ഇത്രയും നാൾ ബാലേട്ടൻ പറഞ്ഞ കഥകളൊക്കെ അത് ഞാൻ ചുമ്മാതെ പറഞ്ഞതാണ്, അത് അലീനെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. എല്ലാവരും ഞാനും അലീനയും തമ്മിൽ എന്തോ അരുതാത്ത ബന്ധമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിനെ തടയാൻ വേണ്ടി മാത്രമാണ് ഞാൻ എൻ്റെ മോളാണ് അലീനയെന്ന് പറഞ്ഞത്. ആ പറഞ്ഞതുകൊണ്ട് പിന്നെ ആരും എൻ്റെയോ അലീനയോടോ ഒരു ചോദ്യത്തിന് വന്നില്ല. എല്ലാവരുടെയും വായടഞ്ഞെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പം ഗോവർദ്ധൻ പറയാണ്, അപ്പം ഇനി അലീന ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ബാലേട്ടൻ വീണ്ടും കുഴപ്പത്തിലാവുമല്ലോ എന്ന് ഗോവർദ്ധൻ ചോദിക്കുകയാണ്. അപ്പം ബാലേന്ദ്രൻ പറയാണ്, എപ്പോഴും എനിക്ക് അവളെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ലല്ലോ, എൻ്റെ മോളല്ലല്ലോ അവൾ. പക്ഷേ അങ്ങനെ അവളെ അങ്ങ് ഇറക്കി വിടാനും പറ്റത്തില്ല. അവളെ സുരക്ഷിതമായി എവിടെയെങ്കിലും എത്തിയേക്കണം. അതിനു വേണ്ടിയുള്ള യാത്രയാണ് ഇത്. പിന്നെ ഈ യാത്രയെക്കുറിച്ച് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. താനും ആരോടും പറയല്ലേ. നമ്മൾ രണ്ടുപേരും മാത്രമേ അറിയത്തുള്ളൂ. എന്തായാലും യാത്ര പോകുന്ന കാര്യം ഇവിടെ പറഞ്ഞേ പറ്റൂ. പക്ഷേ എവിടേക്കാണെന്നോ എന്താണ് നമ്മുടെ ഉദ്ദേശമാണെന്നോ ആരോടും പറയില്ലെന്ന് ഗോവർദ്ധൻ്റെ അടുത്ത് പറയുകയാണ്. താഴോട്ട് ചെല്ലുമ്പോൾ മലീനെ അവിടെ കാണും. എന്തായാലും തന്നോട് ചോദിക്കും അച്ഛൻ എന്താ പറഞ്ഞതെന്ന്. അപ്പം ഈ ഒരു യാത്രയെക്കുറിച്ച് എവിടാ പോകുന്നതെന്നുള്ള കാര്യം പറയില്ലെന്ന് ബാലചന്ദ്രൻ ഗോവർദ്ധൻ്റെ അടുത്ത് പറയാണ്. അപ്പം ഗോവർദ്ധൻ പറയാണ്, ഞാൻ പറയത്തില്ല ബാലേട്ട, എന്നാൽ താൻ പൊക്കോ, നാളെ തന്നെ നമുക്ക് യാത്ര തിരിക്കാം എന്ന് ബാലചന്ദ്രൻ ഗോവർദ്ധനോട് പറയാണ്. അങ്ങനെ ഗോവർദ്ധൻ അവിടുന്ന് പോവുകയാണ്. ബാലചന്ദ്രൻ ഇങ്ങനെ എന്തോ ആലോചിച്ചുറപ്പിച്ച മട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ താഴെയാണെങ്കിൽ അലീന ചായ ഇട്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഗോവർദ്ധൻ ഇറങ്ങി വരികയാണ്. അപ്പോൾ ഗോവർദ്ധൻ ഇറങ്ങി വരുമ്പോൾ ഉടനെ ചായ കൊണ്ട് കൊടുക്കുന്നുണ്ട് അലീന. എന്താ അങ്കിളെ, അച്ഛൻ എന്തോ പറഞ്ഞു എന്ന് അലീന ചോദിക്കുകയാണ്. അപ്പം എന്ത് പറയാനാ, പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. പിന്നെ നിങ്ങളവിടെ എന്താ വലിയ തമാശയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണോ എന്ന് അലീന ചോദിക്കുകയാണ്. തമാശയൊന്നും അല്ല, ഈ പ്രാവശ്യം കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അത് ഞങ്ങളൊരു യാത്ര പോകാൻ തീരുമാനിച്ച്. എങ്ങോട്ടാണെന്ന് അലീന ചോദിക്കുകയാണ്. അത് ഞാൻ പറയത്തില്ല, എങ്ങോട്ടാണെന്ന് പറയത്തില്ല. അപ്പം ഭയങ്കര വിഷമത്തോടെ അലീന പറയുകയാണ്, എനിക്ക് വേണ്ടിയാണ് ഈ യാത്രയെന്ന് എനിക്ക് ചിന്തിക്കാനേ ഉള്ളൂ. അപ്പം ഗോവർദ്ധൻ പറയാണ്, എൻ്റെ അടുത്ത് ബാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യത്തെക്കുറിച്ച് ആരോട് സംസാരിക്കില്ലെന്ന്, അതുകൊണ്ട് ഞാൻ ഒന്നും പറയത്തില്ല എന്ന് ഗോവർദ്ധൻ പറയാണ്. അത് കേൾക്കുമ്പം അലീനയ്ക്ക് നല്ല വിഷമാവുന്നുണ്ട്. അങ്ങനെ ചായ കുടിച്ചതിന് ശേഷം ഗോവർദ്ധൻ അങ്ങ് പോവുകയാണ്. എന്തായാലും ഗോവർദ്ധൻ പറയത്തില്ലെന്ന് അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അതിനുശേഷം അലീന ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇനി ബാലചന്ദ്രൻ എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ ഒരു ടെൻഷൻ ഇരിക്കുകയാണ്. അതിനുശേഷമാണ് നമ്മുടെ മനു ആണെങ്കിൽ അലീനയെ വിളിക്കുന്നത്. മനു ആണെങ്കിൽ ബബിത വിളിച്ച് പറഞ്ഞ പ്രകാരം അലീനയെ വിളിക്കുകയാണ്. അപ്പം എന്താ മനുട്ടാ, വല്ല വിശേഷമുണ്ടോ, എന്താ ഫോൺ വിളിച്ചെന്ന് ചോദിക്കുകയാണ്. എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് വിളിക്കാൻ പറ്റത്തുള്ളൂ എന്ന് മനു ചോദിക്കുകയാണ്. അല്ല മനുട്ടൻ ഈ സമയത്ത് വിളിച്ചത് കൊണ്ട് ചോദിക്കുകയാണ്. അത് എന്നെ ബബിത വിളിച്ചൊരു കാര്യം ആവശ്യപ്പെട്ടെന്ന് മനു പറയാണ്. എന്ത് കാര്യമാണ്? ആ കാര്യം തന്നോട് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. തൻ്റെ തീരുമാനം മാറ്റുമെന്നോ ഞാൻ പറഞ്ഞെന്ന് വിചാരിച്ച് തൻ്റെ ആ തീരുമാനം മാറ്റുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ല. എന്നാലും തനിക്ക് ആ വീട്ടിൽ നിന്ന് പൊക്കൂടായിരുന്നൂടെ എന്ന് മനു ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ അലീന ഭയങ്കര വിഷമത്തോടെ പറയാണ്, മനുവേട്ടൻ്റെ കാര്യങ്ങളൊക്കെ അറിയാമല്ലേ, ഞാൻ ഈ വീട്ടിൽ നിന്ന് പോയാൽ മാത്രമേ മാഡം തിരിച്ചു വരത്തുള്ളൂ. മാഡം തിരിച്ചു വരാൻ വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റുന്ന ആകപ്പാടെ ഒരു കാര്യം ഈ വീട്ടിൽ നിന്ന് ഞാൻ പോവുക, അത് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ആ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചതെന്ന് പറയാണ്. അപ്പോൾ മനു പറയാണ്, അവിടെ രോഹിത്തിനും ബബിതയ്ക്കും ഒക്കെ ഭയങ്കര വിഷമം, നീ അവിടുന്ന് പോകുന്നതുകൊണ്ട്. എന്നെ വിളിച്ച് ഞാൻ നിന്നോട് സംസാരിച്ച് അലീന ചേച്ചി അവിടെ പിടിച്ചു നിർത്താനാണ് ബബിത എന്നോട് പറയുന്നത്. കാരണം അവൾക്ക് അത്രയും നിന്നെ ഇഷ്ടമായി തുടങ്ങിയെന്ന് മനു പറയാണ്. അപ്പം അലീന പറയാണ്, എനിക്കും എൻ്റെ സഹോദരങ്ങളെ വിട്ടൊന്നും പോകുന്നത് ഇഷ്ടമല്ല, പക്ഷേ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഞാൻ പോയേ പറ്റത്തുള്ളൂ മനുവേട്ട എന്ന് പറയാണ്. എന്നാലേ പ്രശ്നങ്ങൾ തീരത്തോളെന്നും അലീന പറയണം. ഇത് കേൾക്കുമ്പോൾ മനു ചോദിക്കുകയാണ്, നീ ആ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ തീരുമെന്ന് നിനക്ക് ഉറപ്പാണോ? അതൊന്നും എനിക്കറിയത്തില്ല മനുവേട്ട, പക്ഷേ ഞാൻ പോയേ പറ്റത്തോളെന്ന് അലീന മനുവിനോട് പറയാണ്. അപ്പോൾ മനു ചോദിക്കുകയാണ്, നീ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അങ്കിളിൻ്റെ അവസ്ഥ എന്താകുമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? അങ്കിൾ എന്തൊക്കെ ചെയ്യുമെന്ന് നിനക്ക് വല്ല പിടിയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ അലീന പറയാണ്, ഞാൻ ഈ വീട്ടിൽ നിന്ന് പോയാൽ ആ നിമിഷം തന്നെ അച്ഛൻ മാഡത്തോട് എല്ലാ സത്യങ്ങളും വിളിച്ചു പറയാനാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം മനു പറയാണ്, അടിപൊളി, അപ്പം ആ കാര്യത്തിൽ ഒരു തീരുമായി, നീ പോയ ഉടനെ അടുത്ത പ്രശ്നം തുടങ്ങും എന്ന് മനു പറയാണ്. അപ്പം അലീന പറയാണ്, ഈ കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ പോകുമെന്ന് മാഡത്തിന് വാക്ക് കൊടുത്തതാണ്, അതുകൊണ്ട് ഞാൻ പോകും, അതിനുശേഷം എന്തുണ്ടാവുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല മനുവേട്ടെന്ന് പറയാണ്. അപ്പം മനു പറയാണ്, ആയിക്കോട്ടെ, നിൻ്റെ തീരുമാനം അതുപോലെ തന്നെ നടക്കട്ടെ, ഞാൻ എന്തായാലും വൈജ ആൻറ്റിയുടെ അടുത്ത് ഒന്നും കൂടെ ഒന്ന് സംസാരിച്ച് നോക്കാം. ആൻറ്റിയുടെ മനസ്സിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്നാലും
ഒരു കുടുംബം തകരുന്നതിന് മുമ്പ് ഒന്നും കൂടെ ഒന്ന് വൈജയൻ്റെ അടുത്ത് സംസാരിച്ച് നോക്കാമെന്ന് പറയുകയാണ്. എന്തായാലും അങ്കിൾ ഇതിൽ നിന്ന് ഒരു ഇഞ്ച് പുറകിലോട്ട് പോകാമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അങ്കിളിനോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഇനി ആൻറ്റിയോടൊന്ന് പറഞ്ഞു നോക്കാം. ആൻറ്റിയുടെ തീരുമാനത്തിന് മാറ്റമൊന്നും കാണത്തില്ല, പക്ഷേ ഞാനൊന്ന് ശ്രമിച്ച് നോക്കട്ടെ എന്ന് മനു പറയാണ്. അങ്ങനെയാണെങ്കിൽ നീ ആ വീട്ടിൽ നിന്ന് പോകത്തില്ലല്ലോ, അതോടെ പ്രശ്നത്തിനൊരു പരിഹാരം ആവുമല്ലോ എന്ന് മനു പറയുന്നുണ്ട്. അപ്പോൾ അലീന ഒന്നും ഉണ്ടായിരിക്കുകയാണ്. ഫോൺ വെച്ചതിന് ശേഷം അലീന ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം എല്ലാവരെയും ആഹാരം കഴിക്കാനൊക്കെ വിളിക്കുന്നുണ്ട്. അങ്ങനെ ഡൈനിങ് ടേബിളിൻ്റെ ചുറ്റിനും ഇരുന്ന് എല്ലാവരും ആഹാരം കഴിക്കുകയാണ്. മനുവും ബബിതയും കൃഷ്ണമോളും അതേപോലെ ബാലചന്ദ്രനും ഉണ്ട്. അപ്പോൾ അലീന എല്ലാവർക്കും ആഹാരമൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട്. അലീന ഭയങ്കര സന്തോഷത്തിലാണ് എല്ലാവർക്കും ആഹാരമൊക്കെ വിളമ്പി കൊടുക്കുന്നത്. അങ്ങനെ അച്ഛനും മക്കളും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുകയാണ്. ബാലചന്ദ്രൻ ആഹാരം കഴിക്കാൻ വന്നിരുന്നെങ്കിലും ഭയങ്കര വിഷമത്തോടെ സങ്കടത്തോടെയാണ് ഇരിക്കുന്നത്. ആഹാരമൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. കാരണം അലീന പോകുന്നെന്നുള്ള കാര്യം ബാലചന്ദ്രന് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ ഭയങ്കര സങ്കടത്തോടെ ഇരുന്ന് ആഹാരം കഴിക്കുകയാണ്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്താ ഒന്നും കഴിക്കാത്തത് ചോദിക്കുന്നുണ്ട്. വേണ്ട, എനിക്ക് വേണ്ടാത്തോണ്ടാ എന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല അച്ഛാ, കഴിച്ചേ പറ്റത്തുള്ളൂ എന്ന് അലീന പറയുന്നുണ്ട്. അപ്പം കൃഷ്ണമോള് പറയുന്നുണ്ട്, അലീച്ചി ഇവിടെ നിന്ന് പോകുമെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് അച്ഛൻ ഇത്ര വിഷമമെന്ന് കൃഷ്ണമോള് പറയുന്നുണ്ട്. അപ്പോൾ ബബിതയും പറയുന്നുണ്ട്, അത് തന്നെ, അച്ഛനെ വിഷമാവാൻ വേണ്ടിയില്ലേ ചേച്ചി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്, ഈ വീട് വിട്ടും ഞങ്ങളെ വിട്ട് പോകണമെന്ന്, അതുകൊണ്ട് അച്ഛൻ ഇത്ര സങ്കടമെന്ന് ബബിതയും പറയുന്നുണ്ട്. അപ്പം അലീന ഒന്നും മിണ്ടാതിരിക്കുകയാണ്. അപ്പം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇനി അതിനെക്കുറിച്ചൊന്നും സംസാരിക്കണ്ടേ, എല്ലാവരും ആഹാരം കഴിച്ചിട്ട് എണീക്കാൻ പറയാണ്. അങ്ങനെ എല്ലാവരും ആഹാരം കഴിക്കുകയാണ്. ബാലചന്ദ്രന് നല്ല സങ്കടമുണ്ട്. ഈ സമയത്ത് കൊല്ലപ്പള്ളിയിൽ മനു എന്തായാലും വൈജയെടുത്ത് സംസാരിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. അങ്ങനെ വൈജയുടെ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പം വൈജ ചോദിക്കുന്നുണ്ട്, എന്താ മനു, നീ വിശേഷിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം മനു പറയാണ്, എപ്പോഴും പറയുന്ന കാര്യം തന്നെ ആൻറ്റി അടുത്ത് സംസാരിക്കാൻ വന്നതാണെന്ന് മനു പറയുന്നുണ്ട്. അതെന്താ, അല്ല ഇനി നെടുമ്പൂരിലേക്ക് ആൻറ്റി പോകുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം വൈജ പറയുന്നുണ്ട്, എൻ്റെ തീരുമാനം ഞാൻ പറഞ്ഞിട്ടുണ്ട്, പോകത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, അവൾ ആ വീട്ടിൽ നിന്ന് പോകണം അലീന. അതിനുശേഷം ബാലചന്ദ്രൻ ഇവിടെ വന്ന് എന്നെ വിളിക്കണം. ആ തീരുമാനത്തിൽ യാതൊരു മാറ്റവും ഇല്ലെന്ന് വൈജ പറയാണ്. അപ്പം മനു ചോദിക്കുന്നുണ്ട്, ആൻറ്റി ആരോടാണ് ഈ വാശി പിടിക്കുന്നത്? എനിക്ക് ആരോടും ഒരു വാശിയില്ല, എൻ്റെ തീരുമാനമാണ് ഇത്. പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അവളെ പറഞ്ഞു വിട്ടിട്ട് ബാലചന്ദ്രൻ ഇവിടെ വരട്ടെ, അങ്ങനാണെങ്കിൽ മാത്രം ഞാൻ പോകാം എന്ന് പറയാണ്. ആദ്യം അവൾ ആ വീട്ടിൽ നിന്ന് പോകുമെന്ന് നോക്കട്ടെ, അതിന് ശേഷം കോടതി പോകണോ വേണ്ടതെന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ടെന്ന് വൈജ പറയാണ്. അപ്പം മനു ചോദിക്കുകയാണ്, എന്ത് കോടതി പോയിട്ട് എന്തോ ചെയ്യാനോ, ഡിവോഴ്സ് വാങ്ങിക്കാനോ? ആൻറ്റി എന്തൊക്കെ ഈ പറഞ്ഞു കൂട്ടുനിന്ന് വല്ല പിടിയുണ്ട്? അപ്പം വൈജ പറയുന്നുണ്ട്, ഞാൻ ആ വീട്ടിൽ ചെന്നിട്ട് പട്ടിയെ പോലെയാണ് ഞാൻ കിടന്നത്, എനിക്ക് ബാലചന്ദ്രൻ്റെ ഔദാര്യം കാത്തു കിടക്കേണ്ട ഒരാവശ്യമില്ല. വൈജ അങ്ങനെ കിടക്കത്തോ ഇല്ലെന്ന് മനുവിനോട് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ മനു ചോദിക്കുകയാണ്, അപ്പം ആൻറ്റിക്ക് ആൻറ്റിയുടെ മക്കളെയും വേണ്ടായോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വൈജ പറയാണ്, എനിക്ക് എൻ്റെ മക്കളെ വേണ്ടാന്ന് ഞാൻ വെച്ചിട്ടില്ല, പക്ഷേ അവർക്ക് എന്നെ വേണ്ട, അവർക്കിപ്പം വേറൊരു അമ്മയെ കിട്ടിയിട്ടുണ്ട്, അലീനെ, അവർക്ക് ആ അമ്മയെ മതി, പിന്നെ ഞാനെന്തിനാ അങ്ങോട്ട് തള്ളിക്കയറി പോകുന്നതെന്ന് വൈജ ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ മനു പറയാണ്, ആൻറ്റിക്ക് ഈ വാശിയും വൈരാഗ്യമൊക്കെ കളഞ്ഞിട്ട് തിരിച്ച് അങ്ങോട്ട് പൊക്കൂടെ, മക്കളെയും ആങ്കിളും ഒക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിച്ചിടുന്നത് ചോദിക്കുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ വൈജ പറയാണ്, എൻ്റെ തീരുമാനത്തിന് ഒരു മാറ്റവും ഇല്ല, അവൾ ആ വീട്ടിൽ നിന്ന് പോകണം, എന്നാൽ മാത്രമേ ഞാൻ തിരിച്ച് ആ വീട്ടിലേക്ക് പോകത്തുള്ളൂ. മാത്രവുമല്ല ബാലചന്ദ്രൻ എന്നെ വന്ന് വിളിക്കണം, അല്ലാതെ ഞാൻ അങ്ങോട്ട് പോകത്തില്ല. ബാലചന്ദ്രൻ്റെ അവിഹിത സന്തതിയെ അവിടെ പാർപ്പിച്ചുകൊണ്ട് ഞാൻ ആ വീട്ടിലേക്ക് പോകത്തില്ല എന്ന് വൈജ പറയാണ്. ഇത് കേൾക്കുമ്പോൾ മനു പറയുകയാണ്, എന്നെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ ആൻറ്റിയുടെ തീരുമാനം, ഞാനൊന്നും പറയുന്നില്ല. ആ വീട്ടിൽ നിന്ന് അലീന പോയ പ്രശ്നങ്ങളൊക്കെ തീരുമെന്നല്ലേ ആൻറ്റി പറയുന്നത്? അപ്പോൾ വൈജ പറയുന്നുണ്ട്, അതെ, അവൾ ആ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പഴയതുപോലെ ബാലചന്ദ്രൻ്റെ മക്കളും ഒക്കെ ആയിട്ട് ഞങ്ങൾ സുഖമായിട്ട് ജീവിക്കും എന്ന് പറയാണ്. അവൾ വന്നതിന് ശേഷമാണ് ഇത്രയും പ്രശ്നം ഉണ്ടായെന്ന് നമ്മൾ വൈജ പറയുന്നുണ്ട്. അപ്പോൾ മനു പറയാണ്, ആയിക്കോട്ടെ, അലീന ആ വീട്ടിൽ നിന്ന് പോകുന്നതോടെ പ്രശ്നങ്ങളൊക്കെ തീരുമെന്ന് ആൻറ്റിയുടെ വിശ്വാസമെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. പക്ഷേ അത് കഴിഞ്ഞാണ് പ്രശ്നങ്ങൾ തുടങ്ങാൻ പോകുന്നത്, അത് ആൻറ്റി ഓർത്തോണം. ആ പ്രശ്നം ആൻറ്റിക്ക് താങ്ങാൻ പോലും പറ്റത്തില്ല. ആൻറ്റി ഇപ്പം പറഞ്ഞതുപോലെ അങ്കിളിന് വിവാഹത്തിന് മുമ്പൊരു ബന്ധമുണ്ടെന്നും അതിൽ ആ കുട്ടിയെ കൊണ്ടുവന്ന് വീട്ടിൽ പാർപ്പിച്ചെന്നൊക്കെ ആൻറ്റി പറഞ്ഞല്ലോ. അങ്കിള് വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ആൻറ്റി പറഞ്ഞ്, ഈ പറയുന്ന ആൻറ്റി ഉൾപ്പെടെ എല്ലാവരും ഒരു തെറ്റും ചെയ്യാത്തവരാണോ എന്ന് സ്വയം ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. ഒരു തെറ്റും ചെയ്യാത്തതാണോ ആൻറ്റിയും അങ്കിളിനെ കുറ്റം പറയുന്നതിൽ നിന്നൊന്ന് ആലോചിക്കുന്നത് നല്ലതാണെന്നും പറഞ്ഞിട്ട് മനു അങ്ങ് പോവുകയാണ്. ആ ചോദ്യം വൈജയെ വല്ലാതെ ഭയപ്പെടുത്തുന്നു. ആകപ്പാടെ പേടിയാവുന്നുണ്ട്. മനു ഇങ്ങനെ ചോദിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. മനു എന്തുകൊണ്ട് അങ്ങനെ ചോദിച്ചതെന്ന് വൈജയ്ക്ക് അറിയുന്നില്ല. അങ്ങനെ ആകപ്പാടെ ടെൻഷനിൽ നിൽക്കുകയാണ് വൈജ. ഈ സമയത്ത് നെടുമ്പുരയ്ക്കലാണെങ്കിൽ ബാലചന്ദ്രൻ റെഡിയായിട്ട് വരികയാണ്. ഗോവർദ്ധനും ഉണ്ട്. അങ്ങനെ അവരെ യാത്ര പോകാൻ പോവുകയാണ്. അങ്ങനെ ബാലചന്ദ്രൻ നേരെ
അലീനയുടെ അടുത്ത് വരുന്നുണ്ട്. അലീനയുടെ കൂടെ തന്നെ ബബിതയും കൃഷ്ണമോളൊക്കെ നിൽപ്പുണ്ട്. വന്നിട്ട് പറയാണ്, ഞാൻ വന്നതിന് ശേഷം നിനക്ക് പോകാം. ഞാനൊരു യാത്ര പോവുകയാണ്, 2 ദിവസം എടുക്കും. അതിനുശേഷം നിനക്ക് ഇവിടുന്ന് പോകാം. അതുവരെ നീ ഒന്ന് ക്ഷമിക്കുക, അതുവരെ നീ ഒന്ന് കാത്തു നിൽക്കാൻ പറയാണ്. അപ്പം ഭയങ്കര സങ്കടത്തോടെ അലീന ബാലചന്ദ്രനെ നോക്കുന്നുണ്ട്. അപ്പം കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, അച്ഛൻ ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുകയാണ്. അതൊന്നും പറയാൻ പറ്റത്തില്ല, ഞാൻ പോയിട്ട് വന്നതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. എന്തായാലും നിങ്ങളാരും പേടിക്കണ്ട, എൻ്റെ കൂടെ ഗോവർദ്ധനം ഉണ്ടല്ലോ, പിന്നെ എന്തിനാ ഭയക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം ബബിത പറയുന്നുണ്ട്, അല്ല എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു സമാധാനം ആയിരിക്കുമല്ലോ. അപ്പം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങൾ വിഷമിക്കണ്ട, എൻ്റെ കൂടെ ഗോവർദ്ധനം ഉണ്ടല്ലോ, ഇപ്പോൾ പറയാൻ പറ്റത്തില്ല, ഞാൻ പോയിട്ട് വരട്ടെ, കാര്യങ്ങളൊക്കെ പറയാം എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അപ്പം അലീനയ്ക്ക് ആകെപ്പാടെ ഭയമാവുന്നുണ്ട്. എന്തായാലും ഈ യാത്ര അലീനയ്ക്കുള്ളതാണെന്ന് അലീനയ്ക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ എങ്ങോട്ടാണ് ബാലചന്ദ്രൻ യാത്ര ചെയ്യുന്ന ഒരു പിടിയും കിട്ടുന്നില്ല. അപ്പം ബാലചന്ദ്രനാണെങ്കിൽ ബബിതയെടുത്തും കൃഷ്ണമോളത്തോട്ട് പറയാണ്, ഈ യാത്ര പോയിട്ട് വരുമ്പോഴത്തേക്കും പല പ്രശ്നത്തിനും പരിഹാരം കാണാൻ പറ്റുമെന്ന എൻ്റെ ഒരു മനസ്സ് പറയുന്നത്. എന്തായാലും പോയിട്ട് വരാമെന്ന് പറയാണ്. അങ്ങനെ ബാലചന്ദ്രൻ അവിടുന്ന് ഇറങ്ങുവാണ് ഗോവർദ്ധനെയും കൊണ്ട്. അങ്ങനെ അവർ 3 പേരും ബബിതയും കൃഷ്ണമോളും അലീനയും കൂടെ വന്ന് ബാലചന്ദ്രൻ പോകുന്നത് നോക്കി നിൽക്കുകയാണ്. അവർക്കൊക്കെ നല്ല സന്തോഷമുണ്ട്. പക്ഷേ അലീനയ്ക്ക് മാത്രം ആകപ്പാടെ ഒരു ടെൻഷൻ. അപ്പം ബാലചന്ദ്രനാണെങ്കിൽ കാറിൻ്റെ അടുത്ത് നിന്നിട്ട് തിരിഞ്ഞിങ്ങനെ നോക്കുന്നുണ്ട് അലീനയെ. എന്തോ ഉറപ്പിച്ച മട്ടിലാണ് ബാലചന്ദ്രൻ അവിടെ നിന്ന് പോകുന്നതെന്ന് അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ ഗംഗാധരൻ വഴി സ്റ്റാൻലിയിലേക്ക് എത്താൻ പോവുകയാണ്. അങ്ങനെ സ്റ്റാൻലിയെ കണ്ടുപിടിച്ച് അലീനയെ സ്റ്റാൻലി ഏൽപ്പിക്കണമെന്നാണ് ബാലചന്ദ്രൻ്റെ ഉദ്ദേശം. അങ്ങനെ സ്റ്റാൻലിയെ കണ്ടുപിടിക്കാനുള്ള യാത്ര പുറപ്പെടുകയാണ് ബാലചന്ദ്രൻ.